വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. റാഗിംഗ് ക്രൂരത, 5 പേർക്ക് പഠനവിലക്ക്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെ റാഗിംഗിന്റെ പേരിൽ ഹോസ്റ്റലിൽ അതിക്രൂരമായി പീഡിപ്പിച്ച 5 സീനിയർ വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് കോഴ്സുകൾ പഠിക്കുന്നതിന് ആജീവനാന്ത വിലക്ക്. രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട നഴ്സിംഗ് മേഖലയിൽ ഇത്തരം ക്രൂര മനസ്സുള്ളവർ ഉണ്ടാകാൻ പാടില്ല എന്ന് വിലയിരുത്തി മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു ആണ് ഉത്തരവിറക്കിയത്. തുടർ നടപടിക്ക് നഴ്സിംഗ് കൗൺസിലിന് ശുപാർശയും നൽകിയിട്ടുണ്ട്. കേസിൽ പ്രതികളായ 2ാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായ സാമുവൽ ജോൺസൺ, ജീവൻ SS, 3ാം വർഷ വിദ്യാർത്ഥികളായ രാഹുൽ രാജ്, KP റിജിൽജിത്ത്, വിവേക് NV എന്നിവർക്കെതിരെയാണ് നടപടി. നവകേരളത്തിന്റെ നയരേഖ. സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകും. വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തും. ശബരിമല വിമാനത്താവളവും യാഥാർത്ഥ്യമാകും. റെയിൽവേ, മെട്രോ, റോഡ്, ജല ഗതാഗത സംവിധാനങ്ങൾ ചേർത്ത് അതിവേഗം മൾട്ടി മോഡൽ പൊതുഗതാഗത സംവിധാനം കൊണ്ടുവരും. ഇവയെ വ്യവസായ ഇടനാഴികളുമായി ബന്ധിപ്പിക്കും. സ്വകാര്യ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കും. ഇവിടങ്ങളിൽ സാമൂഹിക നീതി ഉറപ്പാക്കും. ഗവേഷണത്തിനും ഔഷധ വികസനത്തിനും ആരോഗ്യ ഡേറ്റ ഗവേഷൻസ് നയം രൂപവൽക്കരിക്കും. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുകയും ഇവ കൃത്യമായി വിതരണം ചെയ്യുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെയാണ് നവകേരള നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് നിർവഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ തുടങ്ങി മറ്റു നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ലഹരി മാഫിയയ്ക്കെതിരെ കണ്ണടയ്ക്കാനാവില്ലെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് ലഹരിമരുന്ന് മാഫിയയുടെ വിഷപ്പല്ലുകൾ കുട്ടികളിലേക്ക് നീളുകയാണെന്നും യാഥാർത്ഥ്യത്തോട് കണ്ണടയ്ക്കാനാകില്ലെന്നും ഹൈക്കോടതി. ജാമ്യ കാലയളവിൽ കുറ്റം ആവർത്തിച്ച ലഹരി കേസ് പ്രതി മലപ്പുറം ചിറ്റത്തുപാറ സ്വദേശി മുഹമ്മദ് ഷിബിലിന്റെ ജാമ്യം റദ്ദാക്കിയാണ് ജസ്റ്റിസ് VG അരുണിന്റെ നിരീക്ഷണം. 2024 കേരളത്തിൽ മയക്കുമരുന്ന് കേസുകളിൽ 24,517 അറസ്റ്റുണ്ടായി. സാമൂഹിക പ്രത്യാഘാതങ്ങൾ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടി വന്നു. ഒരാൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് സമൂഹത്തിന്റെ താൽപര്യം ഹനിച്ചുകൊണ്ടാകരുത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച പ്രതിയെ പുറത്തിറങ്ങാൻ അനുവദിച്ചാൽ സമൂഹത്തിന് ഭീഷണിയാകും. ലഭിച്ച ഇളവുകളുടെ ദുരുപയോഗമാണ് ഉണ്ടായതെന്നും പ്രതിയുടെ ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞു. കുത്തിയോട്ട വ്രതം ഇന്ന് ആരംഭിച്ചു. ആറ്റുകാൽ ഉത്സവത്തിന്റെ 3ാം ദിവസമായ ഇന്ന് രാവിലെ 9:15 കുത്തിയോട്ട വ്രതം ആരംഭിച്ചു. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിൽ ഈറനുടുത്ത് ദേവിയെ പ്രണമിച്ചു തന്ത്രിക്ക് മുന്നിൽ വെള്ളിപ്പലകയിൽ നാണയം വെച്ച് കുട്ടികൾ വ്രതം നോക്കാൻ തുടങ്ങി. 10നും 12നും ഇടയിൽ പ്രായമുള്ള 592 ബാലന്മാരാണ് കുത്തിയോട്ട നേർച്ചയ്ക്കായി ഇക്കുറി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബസ്സുകൾ ഇനി AC ആകുന്നു. സുഖകരമായ യാത്രയ്ക്കായി സ്വിഫ്റ്റ് ബസ്സുകൾ മുഴുവൻ AC ആക്കാൻ KSRTC. ഇന്ധനക്ഷമത കുറയാത്ത രീതിയിൽ ഡൈനാമോയിൽ പ്രവർത്തിക്കുന്ന AC സംവിധാനമാകും ഏർപ്പെടുത്തുക. അതിനാൽ ടിക്കറ്റ് നിരക്കിൽ മാറ്റമുണ്ടാകില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ പറഞ്ഞു. ചാലക്കുടിയിലെ ഹെവി സ്കൂൾ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. ഒരു ബസ് AC ആക്കാൻ കഴിഞ്ഞ ആഴ്ച കൈമാറി. ഇത് വിജയിച്ചാൽ മറ്റു ബസ്സുകളും ഘട്ടം ഘട്ടമായി AC ആക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഉയർന്ന വിമാന നിരക്കിൽ ഇടപെടാതെ സുപ്രീം കോടതി. കരിപ്പൂർ വിമാനത്താവളം മുഖേന ഹജ്ജിന് പോകുന്നവരിൽ നിന്ന് മാത്രം ഉയർന്ന വിമാന നിരക്ക് ഈടാക്കുന്നതിനെതിരായ ഹർജിയിൽ സുപ്രീം കോടതി ഇടപെട്ടില്ല. നയപരമായ വിഷയമാണെന്നും കോടതി ഇടപെട്ടാൽ ഗുണത്തേക്കാൾ ദോഷം ചെയ്യുമെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്തും N കോടീശ്വർ സിംഗും അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. പരീക്ഷ കഴിഞ്ഞുള്ള ആഘോഷങ്ങൾക്ക് വിലക്ക്. SSLC +2 പരീക്ഷയുടെ അവസാന ദിവസം സ്കൂളുകളിലെ കുട്ടികളുടെ ആഘോഷ പരിപാടികൾ വിലക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കാസർഗോഡ് 10ാം ക്ലാസ് യാത്രയയപ്പ് ചടങ്ങിൽ വിദ്യാർത്ഥികൾ കഞ്ചാവ് ഉപയോഗിച്ച് പങ്കെടുത്തതും താമരശ്ശേരിയിൽ സംഘർഷത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചതും കണക്കിലെടുത്താണ് ഈ തീരുമാനം. റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് ദണ്ട് വെച്ച പ്രതി പിടിയിൽ. തൃശൂരിൽ റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് തൂണിട്ട തമിഴ്നാട് സ്വദേശി ഹരിയാണ് പിടിയിലായത്. റെയിൽ റാഡ് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. പ്രതി ലഹരിക്ക് അടിമയാണെന്നും കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നും കുറച്ചു ദിവസങ്ങളായി ഇയാൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കറങ്ങി നടക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 100 മീറ്റർ അകലെ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിലാണ് ഇരുമ്പ് തൂൺ കയറ്റി വെച്ചത്. വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് തട്ടിപ്പ് നടത്തിയ പ്രഥമാധ്യാപിക കുടുങ്ങി. സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ ചേർത്തല ടൗൺ LPS സ്കൂളിലെ പ്രഥമ അധ്യാപിക NR സീതയ്ക്കെതിരെ പോലീസ് കേസെടുത്തു.
വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി തന്റെയും ബന്ധുവിന്റെയും ചിട്ടിക്ക് വായ്പയ്ക്ക് ജാമ്യം നൽകി തട്ടിപ്പ് നടത്തുകയായിരുന്നു. അർത്തുങ്കലിൽ ബന്ധുവായ വൈശാഖിന്റെ ചിട്ടി തുകകൾക്കായി 3.24 ലക്ഷം രൂപ കിട്ടുന്നതിനാണ് സർട്ടിഫിക്കറ്റ് നൽകിയത്. സ്കൂളിലെ 4 അധ്യാപകരുടെ ശമ്പള സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി തയ്യാറാക്കി നൽകി 30 ലക്ഷത്തോളം വായ്പ എടുത്തു എന്നാണ് പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. താനൂരിൽ നിന്നും കാണാതായ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക്. താനൂരിൽ നിന്നും കാണാതായ +2 വിദ്യാർത്ഥിനികളെ മുംബൈ ചെന്നൈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ റെയിൽവേ പോലീസ് കണ്ടെത്തി. 1.5 ദിവസത്തിലേറെ നീണ്ട തെരച്ചിലിനൊടുവിൽ മൊബൈൽ ലൊക്കേഷൻ വഴിയുള്ള അന്വേഷണമാണ് കുട്ടികളെ കണ്ടെത്താൻ നിർണായകമായത്. കുട്ടികളെ നാട്ടിലെത്തിച്ച ശേഷം കൗൺസിലിംഗ് അടക്കം നൽകുമെന്ന് പോലീസ് അറിയിച്ചു. സുനിതയും ബുച്ച് ബിൽമോറും മടങ്ങിവരുന്നു. 9 മാസത്തോളം നീണ്ട ബഹിരാകാശവാസത്തിനൊടുവിൽ നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബിൽമോറും ഭൂമിയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നു. നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ഇരുവരും. നാസയുടെ സ്റ്റോപ്സ് എക്സ് ക്രൂ 10 മിഷന്റെ ഭാഗമായി 4 സഞ്ചാരികൾ നിലയത്തിലെത്തി ഒരാഴ്ചയ്ക്കു ശേഷം സുനിതയ്ക്കും ബിൽമോറിനും മടങ്ങാനാകും. ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. നൈജീരിയയിലും സൗദിയിലും ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതിയെ സാഹസികമായി പിടികൂടി. എറണാകുളം സ്വദേശി ഡോൺ സൈമൺ തോമസിനെയാണ് വിഴിഞ്ഞം പോലീസ് പിടികൂടിയത്. ഉത്തരേന്ത്യൻ പോലീസിനെ വിറപ്പിച്ച വിരുദ്ധനാണ് വിഴിഞ്ഞം പോലീസിന്റെ പിടിയിലായത്. വെങ്ങാനൂർ സ്വദേശികളായ അരുൺ, അഭിജിത്ത് എന്നിവരുടെ പരാതിയെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എറണാകുളത്ത് ഫ്ളാറ്റിൽ പ്രതി ഉണ്ടെന്ന് വിഴിഞ്ഞം പോലീസിന് വിവരം ലഭിച്ചു. തുടർന്ന് ഫ്ളാറ്റിലെത്തിയ പോലീസ് അതിസാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. പിടികൂടുന്നതിനിടെ പ്രതി പോലീസിന്റെ കയ്യിൽ കടിക്കുകയും ചെയ്തു. പ്രതിയെ കീഴ്പ്പെടുത്തി ജീപ്പിലേക്ക് കയറ്റി വിഴിഞ്ഞത്തേക്കുള്ള യാത്രക്കിടയിൽ പ്രതി പോലീസിന്റെ കയ്യിൽ തടവി ആശ്വസിപ്പിക്കുകയും ചെയ്തു. വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച ആൾ അറസ്റ്റിൽ. കരുവാരക്കുണ്ടിൽ ഇറങ്ങിയ കടുവ എന്ന വ്യാജേനെ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. കരുവാരക്കുണ്ട് ചേരി സ്വദേശി ജെറിനെയാണ് വനംവകുപ്പിന്റെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ശനിയാഴ്ച കരുവാരക്കുണ്ട് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി എന്ന രീതിയിലായിരുന്നു വീഡിയോ. കരുവാരക്കുണ്ട് ആർത്തല ചായത്തോട്ടത്തിന് സമീപം തൊട്ടടുത്ത് കടുവയെ കണ്ടെന്ന് യുവാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. റബ്ബർ തോട്ടത്തിൽ വഴിയോട് ചേർന്ന് കിടക്കുന്ന കടുവയെ ഫോണിൽ സൂം ചെയ്തത് വീഡിയോ പകർത്തി എന്നതായി പിന്നീട് പ്രചാരണം. ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതാണെന്ന് പ്രതി സമ്മതിക്കുകയും ചെയ്തു. ജെറിനെ മഞ്ചേരി കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കായിക ലോകം. ഫുട്ബോൾ താരം സുനിൽ ഛത്രി തിരിച്ചുവരുന്നു. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രി തീരുമാനം മാറ്റുന്നു. വിരമിക്കൽ പിൻവലിച്ച ഛേത്രി FC ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ വീണ്ടും ഇന്ത്യൻ ജേഴ്സി അണിയുകയും ചെയ്യും. 19-ന് മാലദ്വീപിനെതിരെ സൗഹൃദ മത്സരത്തിൽ കളിക്കും. 40 വയസ്സുകാരനായ ഛേത്രി കഴിഞ്ഞ വർഷം ജൂണിലാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 10 കോടി രൂപയുടെ ലഹരി വസ്തു പിടികൂടി. ബാംഗ്ലൂരിൽ നിന്നും ലോറിയിൽ കൊണ്ടുവന്ന ലഹരി വസ്തുക്കൾ കടയ്ക്കൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പിടികൂടിയത്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം? പൊതുവെ ഒരു ശരാശരി മുതിർന്ന വ്യക്തി ഒരു ദിവസം 2-3 ലിറ്റർ വെള്ളം കുടിക്കണം. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ഇത് ഓരോ വ്യക്തിയുടെയും ശരീരഭാരം, ആരോഗ്യാവസ്ഥ, ചെയ്യുന്ന ജോലി, കാലാവസ്ഥ എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ വെള്ളം ആവശ്യമാണ്. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ കൂടുതൽ വെള്ളം കുടിക്കേണ്ടതാണ്. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും സാധാരണയിൽ കൂടുതൽ വെള്ളം കുടിക്കണം. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവിൽ മാറ്റം വരുത്തേണ്ടതാണ്. വെള്ളം കുടിക്കുന്നതിന്റെ ഗുണങ്ങൾ: ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുന്നു, ശരീരത്തിലെ താപനില നിയന്ത്രിക്കുന്നു, ദഹന പ്രക്രിയ സുഗമമാക്കുന്നു, ചർമ്മത്തിന് തിളക്കം നൽകുന്നു, ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, തലവേദന, ക്ഷീണം എന്നിവ കുറയ്ക്കുന്നു, വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.